എല്ലാവർക്കും നമസ്കാരം. എൻ്റെ കഥയുടെ പേര് ഏറ്റുമാനൂരപ്പൻ. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ട് ഏറ്റുമാനൂരപ്പൻ. പലർക്കും ജീവിതത്തിൽ അനുഭവമായ സത്യം. ഏറ്റുമാനൂരപ്പൻ്റെ ഒരു ഭക്തൻ സങ്കടപ്പെട്ടിരിക്കുന്നത് ഏറ്റുമാനൂരപ്പന് ഇഷ്ടമല്ല. തൻ്റെ ഭക്തനെ ഒരുപാട് പരീക്ഷിച്ചാലും അവന് പിന്നീട് വാരിക്കോരി കൊടുക്കും. ഏറ്റുമാനൂരപ്പനെ സാക്ഷി നിർത്തി വിവാഹം കഴിക്കുന്നവരും ആദ്യമായി ഉണ്ടാകുന്ന ഉണ്ണിക്ക് ഏറ്റുമാനൂര് തന്നെ ചോറ് കൊടുക്കണമെന്നും പലരും ആഗ്രഹിക്കുന്നു. തൻ്റെ ജീവിതത്തെ ഏറ്റുമാനൂരപ്പൻ കൈവെടിയില്ല എന്ന ഉത്തമ വിശ്വാസം ഓരോ ഭക്തന്റെ ഉള്ളിലുമുണ്ട്. ഏറ്റുമാനൂരപ്പനെ കാണാൻ എത്തുന്ന ഭക്തർ ആദ്യം ഉണ്ണിക്കണ്ണന്റെ അടുത്ത് ദർശനം നടത്തി അതിനുശേഷം മഹാദേവനെ കാണുന്നത് നല്ലതാണെന്ന് പഴമക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. മഹാദേവൻ ശരഭമൂർത്തിയാണ്, അഘോരമൂർത്തിയാണ്. ഒരേ സമയം കോപിഷ്ഠനും അതേസമയം ഭക്തന്റെ സങ്കടങ്ങളിൽ അലിയുന്നവരുമാണ്. നമുക്ക് എന്തേലും സങ്കടം ഭഗവാന്റെ അടുത്ത് അറിയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ആ കണ്ണനാമുണ്ണിയെ കണ്ട് മനസ്സിനുള്ള കാര്യം ആദ്യം തുറന്നു പറയണം. ആ ഉണ്ണിക്കണ്ണനെയും കൂടെ കൂട്ടിക്കൊണ്ടാവണം മഹാദേവന്റെ അടുത്തേക്ക് പോകേണ്ടത്. തൻ്റെ സങ്കടം മഹാദേവന്റെ അടുത്ത് ഒന്ന് പറയാമോ എന്ന് കണ്ണനോട് ചോദിക്കുക. അത്രയിടം വരെ ഒന്ന് വരാൻ കണ്ണനോട് പറയുക. ഉണ്ണിക്കണ്ണനൊത്ത് മഹാദേവന്റെ നട കടന്നെത്തുന്ന ഭക്തനെ ദൂരെ നിന്നേ ഭഗവാൻ കാണുന്നുണ്ടാകും. കുസൃതികൾ നിറഞ്ഞ കണ്ണനെ മഹാദേവന് വളരെ ഇഷ്ടമാണ്. ആ ഉണ്ണിക്കണ്ണൻ വന്ന് ഒരു കാര്യം പറഞ്ഞാൽ ഭഗവാൻ കേൾക്കാതെയിരിക്കില്ല. മഹാദേവനെ കാണാൻ എത്തുന്നവർ വലിയ വിളക്കിൽ എണ്ണയൊഴിച്ചു വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ഓരോ പടിയും തൊഴുത് നമസ്കാര മണ്ഡപത്തിനു മുന്നിലെ വിളക്കിൽ എണ്ണ പകർന്ന് ഇടതുവശത്തു കൂടി ശ്രീകോവിലിൽ നടയ്ക്കരികിൽ എത്തുക. ഇടതുവശത്തു നിന്ന് തല അല്പം ചരിച്ചു നിന്ന് നെഞ്ചിനു മുന്നിൽ കൈകൾ കൂപ്പി ഭഗവാനെ തൊഴുക. ഒരിക്കലും നട മുറിച്ചു കടക്കരുത്. ഭഗവാന്റെ ഈർഷ്യത്തിനത് കാരണമാകും. ഭഗവതിയെ തൊഴുത് മകനായ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം വാങ്ങി പ്രദക്ഷിണം വെച്ച് ഭഗവാന്റെ നടയിൽ എത്തുന്നതും ഉത്തമമാണ്. ഒരിക്കലും ശ്രീകോവിൽ നടമുറിച്ചു കടക്കാതെ തിരികെ നടന്ന് നമസ്കാര മണ്ഡപത്തെ ചുറ്റി വലത്തുവശത്തു കൂടി വന്ന് ഇടത്തെ നടയ്ക്കരികിൽ നിന്ന് ഭഗവാനെ തൊഴുക. തുടർന്ന് ദക്ഷിണാമൂർത്തിയെ തൊഴുത് ശിവപത്നിയും ലോകമാതാവുമായ പാർവതി ദേവിയെ തൊഴുത് ഭഗവാന്റെ തീർത്ഥം ഒഴുകുന്ന ഓവ് ചാലിനരികിലൂടെ വന്ന് ആ ഭഗവത് തീർത്ഥം വാങ്ങി താഴെ വീഴാതെ സേവിച്ചു നെറുകയിൽ തൂകി ഓവ് മുറിച്ചു കടക്കാതെ വലത്തോട്ട് കടന്ന് ഭഗവാന്റെ താഴികക്കുടത്തെ നോക്കി ശിരസ്സിനു മുകളിൽ കൈകൾ കൂപ്പി ദേവാദിദേവനായ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് എൻ്റെ ഏറ്റുമാനൂരപ്പ, മഹാദേവ, എൻ്റെ ഭഗവാനെ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ദേവാരമൂർത്തിയെയും ഗണപതി ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഗണപതി ഹോമം നടക്കുന്ന ഗണപതി ഭഗവാന്റെ ചൈതന്യം നിറഞ്ഞ ഇടവും തൊഴുത് തിരിച്ചു വന്ന് ഭഗവാനെ വന്ന് കണ്ട് തൊഴുതു വേണം പുറത്തു കടക്കാൻ. ഒരിക്കലും ദേവന്റെ നട അടഞ്ഞു കിടക്കുമ്പോൾ നട തുറന്ന് ഭഗവാനെ കാണാതെ പുറത്തു പോകരുത്. പടിഞ്ഞാറോട്ട് ഭഗവാൻ ദർശനമായി ഇരിക്കുന്ന ക്ഷേത്രങ്ങളൊക്കെ തന്നെ ഭഗവാന്റെ തീവ്രത വളരെ കൂടുതൽ ആയിരിക്കും. ക്ഷേത്രത്തിന്റെ മുന്നിലായിട്ടുള്ള കുളം, ജലാശയം, മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം, പാർവതി ദേവിയുടെ സാമീപ്യം ഒക്കെ ഭഗവാന്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്നു. മറ്റു ദേവന്മാരെ പോലെയല്ല മഹാദേവൻ. ഭഗവാന്റെ മുന്നിൽ വന്ന് നട അടഞ്ഞു നിൽക്കരുത്. ആ ശക്തിയിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്നത് ഉഗ്രശേഷിയുള്ള കിരണങ്ങളാണ്. മഹാദേവൻ ഉഗ്രമൂർത്തിയായി കുടികൊള്ളുന്ന ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഏറ്റുമാനൂരപ്പന്റെ മുന്നിൽ ഇരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ നരസിംഹമൂർത്തിയായിരുന്നു. അതിനു പിന്നിലുള്ള ഐതിഹ്യം ഇപ്രകാരമാണ്. ഒരിക്കൽ ദേവന്മാർ അസുരന്മാരുടെ ശല്യം സഹിക്കവയ്യാതെ മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് അസുരന്മാരുടെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ അപേക്ഷിച്ചു. വിഷ്ണു ഭഗവാൻ നരസിംഹമായി രൂപമെടുത്തു. ആ സമയം അസുരന്മാർ ഇന്ദ്രദേവനെ ഹിരണ്യദ്വീപിലേക്ക് നരസിംഹമൂർത്തിയെ കണ്ട് അസുരന്മാർ പരക്കം പാഞ്ഞു. ഇന്ദ്രദേവൻ അസുരന്മാരിൽ ഒരാളെന്ന് കരുതി വധിക്കാനായി പാഞ്ഞടുക്കുമ്പോൾ ഇന്ദ്രദേവന്റെ വിളി കേട്ട് മഹാദേവൻ ശരഭമൂർത്തിയായി നരസിംഹത്തിനു
മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തും സംഭവിക്കുമെന്ന അവസ്ഥ. ദേവലോകം മുഴുവൻ ആ കാഴ്ചയിൽ ഭയം പൂണ്ടു നിന്നു. എന്നാൽ അധിക സമയം നിന്നില്ല. ഇരുവരും പെട്ടെന്ന് തന്നെ ശാന്തരായി. നരസിംഹമൂർത്തി കൃഷ്ണ ഭഗവാനായി മാറി. കിഴക്കോട്ട് ദർശനമായും മഹാദേവൻ പടിഞ്ഞാറോട്ട് ദർശനമായും ഇരുന്നു. എന്നാൽ ഏറ്റുമാനൂർ ക്ഷേത്ര പരിസരത്ത് വീടുകൾ ഒന്നുമില്ലാതെ കിടന്ന വലിയ കാടായിരുന്നുവെന്നും ഉഗ്രമൂർത്തിയായ ഭഗവാന്റെ തീവ്രത കുറയ്ക്കാൻ വില്വമംഗലം സ്വാമിയാർ പ്രതിഷ്ഠിച്ച ശ്രീകൃഷ്ണ വിഗ്രഹമാണ് ഏറ്റുമാനൂരിലേതെന്നും പറയുന്നു. ഹരേ കൃഷ്ണ. എൻ്റെ കഥ കേട്ട് അഭിപ്രായങ്ങൾ പറയണം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു.